വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു ഉപമയാണിത്. യേശു കൊണ്ടുവന്ന പുതിയ ഉടമ്പടിയും ന്യൂ കവനന്റ് പഴയ നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഉപമ കഥ. ആരും പുതിയ തുണിക്കഷ്ണമെടുത്ത് പഴയ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ തുണി പഴയതിൽ നിന്ന് വലിഞ്ഞു കീറുകയും കീറൽ കൂടുതൽ മോശമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുപ്പികളിൽ വൈൻസ്കിൻസ് ഒഴിച്ചു വെക്കാറില്ല. പുതിയ വീഞ്ഞ് പൊളിക്കുമ്പോൾ പഴയ തോൽക്കുപ്പി പൊട്ടിപ്പോകുകയും വീഞ്ഞും കുപ്പിയും നഷ്ടമാവുകയും ചെയ്യും. ബൈബിൾ വചനം. ആരും പുതിയ തുണിക്കഷ്ണം പഴയ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത പുതിയ തുണി പഴയതിൽ നിന്ന് വലിഞ്ഞു കീറുകയും കീറൽ കൂടുതൽ മോശമാവുകയും ചെയ്യും. വിശദീകരണവും സാരവും. പഴയ വസ്ത്രം. ഇത് പഴയ നിയമത്തെയോ ഓൾഡ് ലോ, കാലഹരണപ്പെട്ട ആചാരങ്ങളെയോ നിയമങ്ങളെയോ സൂചിപ്പിക്കുന്നു. പുതിയ തുണി. ഇത് യേശു നൽകുന്ന പുതിയ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെയും കൃപയെയും ഗ്രേസ് സൂചിപ്പിക്കുന്നു. സന്ദേശം. യേശു വന്നത് പഴയ നിയമങ്ങളെ വെറുതെ പരിഷ്കരിക്കാനല്ല, മറിച്ച് എല്ലാം പുതിയതാക്കാനാണ്. പഴയ ചിന്താഗതികളും നിയമങ്ങളും വെച്ചുകൊണ്ട് പുതിയ കൃപയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ദൈവത്തിന്റെ പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയവും ചിന്താഗതിയും പുതിയതാകണം എന്നതാണ് ഇതിന്റെ സാരം.